ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ കാണുന്ന അടിപൊളി പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ പുളി എടുത്തിട്ടുണ്ട്. അത് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുതിർത്ത് വയ്ക്കാം. ഏകദേശം ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ നമുക്കത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. സാധാരണ പുളിയിഞ്ചിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിതിൽ ഒരുപാട് ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല. പുളിയും മധുരവും അല്പം എരിവും ഒക്കെ ആയിട്ട് നല്ലൊരു ബാലൻസ്ഡ് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രം നമുക്ക് മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത പുളി ഞാൻ ഇനി ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്പം വലിയ കണ്ണികളുള്ള അരിപ്പയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിലേക്ക് വെച്ച് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. സാധാരണ നമ്മൾ ജ്യൂസൊക്കെ അരിച്ചെടുക്കുന്നത് പോലെ നമുക്ക് ഈ പുളി വളരെ പെട്ടെന്ന് അരിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം പുളിയിൽ ഒത്തിരി വേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് അതല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ പുളിയുടെ എക്സ്ട്രാക്റ്റ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതാ ഈ കാണുന്ന അത്രയും നമ്മൾ പുളി പിഴിഞ്ഞെടുത്താൽ മതിയാവും. ഒത്തിരി പിഴിഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു പരുവത്തിൽ നമുക്കിപ്പോൾ പുളിയൊക്കെ കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒത്തിരി അധികമായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ പിഴിഞ്ഞെടുത്ത പുളിയുടെ എക്സ്ട്രാക്റ്റിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതാണ്. നല്ല രീതിയിൽ ചതച്ച് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു പകുതി ഗോൾഡൻ കളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് അതിനൊപ്പം തന്നെ അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നേരത്തെ തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് അവസാനം ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യത്തിന് നന്നായിട്ട് വറന്ന് വന്ന നമ്മുടെ ഈ മിക്സിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരത്തെ പുളി പിഴിയാൻ ഉപയോഗിച്ച വെള്ളം മാത്രമേ ഉള്ളൂ. പുറമേ നിന്ന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പുളിയിഞ്ചി കേടായി പോകാൻ സാധ്യതയുണ്ട്. നമുക്കിത് വെള്ളം ചേർക്കാതിരുന്നു കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തോളം നമുക്കിതൊരു കുപ്പിയിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അച്ചാറൊക്കെ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 കിലോ പുളിക്ക് ഏകദേശം 1/2 കിലോളം ശർക്കര ആവശ്യമായിട്ടുണ്ട്. ചില പുളിയുടെയും ശർക്കരയുടെ ഒക്കെ മധുരവും പുളിപ്പൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ അളവിൽ വ്യത്യാസം വന്നേക്കാം. നമ്മൾ ഈ പുളിയിഞ്ചിയുടെ മെയിൻ ടേസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് പുളിയോ മധുരമോ ഒന്നും തന്നെ മുന്നിട്ട് നിൽക്കാതെ രണ്ടും ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം കുറച്ച് ശർക്കര ചേർത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ശർക്കരയൊക്കെ അലിഞ്ഞു വരാനായിട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വീണ്ടും ഇതിലേക്ക് പുളി മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് അല്പം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിനി ഇതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഈ ശർക്കര കൂടെ അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നമ്മുടെ സ്വന്തം വടക്കൻ മലബാറിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. കിഡിലും ടേസ്റ്റ് ആട്ടോ ഇതിനെ. വീട്ടിൽ വന്ന് കഴിച്ചവരൊക്കെ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുകയും വേണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.